നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോര. ദുബായിൽ തന്നെ വേദി. കൃത്യം ഒരാഴ്ച മുമ്പ് നടന്ന ഗ്രൂപ്പ് റൗണ്ട് മത്സരം കളിയും കാര്യവുമൊക്കെയായി സംഭവ ബഹുലമായിരുന്നു. 7 വിക്കറ്റ് തോൽവിക്കപ്പുറം ഇന്ത്യ കൈകൊടുക്കാൻ പോലും തയ്യാറാവാതെ മുഖം തിരിച്ച് നടന്നതാണ് പാകിസ്ഥാന് കൂടുതൽ നാണക്കേടായത്. പിന്നാലെ മാച്ച് റഫറിക്കെതിരായ പരാതി ICC തള്ളിക്കളയുകയും പാകിസ്ഥാന് അതുകൂടി വലിയ ക്ഷീണമായി. പകയോടെ എത്തുന്ന പാകിസ്ഥാനും അപരാജിത കുതിപ്പ് തുടരാനിറങ്ങുന്ന ഇന്ത്യയും വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ ആവേശത്തിന് ഒട്ടും കുറവുണ്ടാവില്ല. ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ വിശേഷങ്ങളുമായുള്ള ഈ സ്പെഷ്യൽ ഷോയിലേക്ക്, ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യ പാക് മത്സരങ്ങളിൽ കയ്യാങ്കളി കണ്ടിട്ടുണ്ട്, വാക്പൂര് കണ്ടിട്ടുണ്ട്, അങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. കാണികൾ കല്ലെടുത്ത് എറിഞ്ഞിട്ട് വരെയുണ്ട്. എല്ലാ കാലത്തും പണ്ട് സ്വാതന്ത്ര്യാനന്തരം നടന്ന എല്ലാ മത്സരങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഇന്നേ വരെ കളത്തിൽ കാണാത്ത സംഭവങ്ങൾ, അത്തരം സംഭവങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച, അതായത് കൃത്യം ഒരാഴ്ച മുമ്പ് ഉണ്ടായത്. എന്താണ് അന്ന് സംഭവിച്ചത്? ശ്രീ ബാലകൃഷ്ണൻ വിശദീകരിക്കും. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇന്ത്യ പാക് വൈരത്തിന്റെ കഥകൾ ഏറെ പറയാനുണ്ട് ക്രിക്കറ്റ് മൈതാനങ്ങൾക്ക്. വാക്പോരും കയ്യാങ്കളിയും കാണികളിൽ നിന്നുള്ള കല്ലേറും തുടങ്ങി അയൽക്കാരുടെ പോരെന്നും സംഭവബഹുലമാണ്. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സംഭവിച്ചതുപോലൊന്ന് ചരിത്രത്തിലില്ല. കളി മാത്രമല്ല, മത്സരശേഷം കൈകൊടുക്കാതെ മുഖം തിരിച്ച് വാതിലടച്ച് ഇന്ത്യ പാകിസ്ഥാനെ ഏൽപ്പിച്ച പ്രഹരം ചെറുതൊന്നുമല്ല. പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും അതിർത്തി സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിക്കരുതെന്ന മുറവിളികൾക്കിടയിലും പ്രതിഷേധങ്ങൾക്കിടയിലുമായിരുന്നു ദുബായിലെ ഏഷ്യ കപ്പ് മത്സരം. ടോസിനെത്തിയ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ നായകൻ സൽമാൻ അലിയാഗയെ കണ്ട ഭാവം നടിച്ചില്ല. ടോസ് ഇട്ട ശേഷം പതിവ് ഹസ്തദാനത്തിന് തയ്യാറാവാതെ ചുമ്മാ കൈകെട്ടി നിന്നു. കളത്തിലെത്തിയപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി. ഇന്ത്യയെ വിറപ്പിക്കുമെന്ന് പറഞ്ഞെത്തിയ പാകിസ്ഥാന് നേടാനായത് വെറും 127 റൺസ്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് വിജയലക്ഷ്യം മറികടക്കാൻ അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. അവിടെയും തീർന്നില്ല പാക് വധം. വിജയ റൺ കുറിച്ച നായകൻ സൂര്യകുമാർ യാദവും ശിവം ദൂബെയും അമ്പയർമാർക്ക് മാത്രം കൈകൊടുത്ത് ഡഗ്ഔട്ടിലേക്ക് വച്ചുപിടിച്ചു. അമ്പരെന്ന പാക് താരങ്ങൾ ഗ്രൗണ്ടിൽ കാത്തു നിൽക്കുകയായിരുന്നു. ഇന്ത്യൻ താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് വരുന്നതും കാത്ത്. എന്നാൽ അവർക്ക് മേൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ കൊട്ടിയടച്ച് ഒന്നിനുമില്ലെന്ന് ടീം ഇന്ത്യ നയം വ്യക്തമാക്കി. പ്രസന്റേഷൻ സമയത്ത് ഇതിന് കാരണവും ക്യാപ്റ്റൻ സൂര്യ തുറന്നു പറഞ്ഞു. ഇന്ത്യയെ BCCIയെ ഒന്നും ചെയ്യാനാവില്ലെന്ന് അറിയാവുന്ന പാക് ക്രിക്കറ്റ് ബോർഡ് അതിനുള്ള പഴി പറഞ്ഞതെല്ലാം മാച്ച് റഫറി ആൻഡി പൈക്രാഫ്റ്റിനെ. ടോസിന് തൊട്ടു മുമ്പ് മാച്ച് റഫറി പാകിസ്ഥാൻ നായകനോട് ഹസ്തദാനം വിലക്കി ഇന്ത്യയുമായി ഒത്തുകളിച്ചെന്നായിരുന്നു പാകിസ്ഥാന്റെ പരാതി. പൈക്രാഫ്റ്റിനെ ഏഷ്യ കപ്പിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ICCക്ക് പരാതിയും നൽകി. എന്നാൽ മാച്ച് റഫറിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു ICCയുടെ കണ്ടെത്തൽ. ഇതോടെ UAEക്കെതിരായ മത്സരത്തിന് മുൻപ് ബഹിഷ്കരണ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ. എന്നാൽ മത്സരം 1 മണിക്കൂർ വൈകിപ്പിക്കാനായി എന്നതല്ലാതെ അവിടെയും പാകിസ്ഥാന് U-ടേൺ വേണ്ടി വന്നു. ഇന്നത്തെ മത്സരത്തിലും മാച്ച് റഫറിയായി പൈക്രാഫ്റ്റ് തന്നെയാണ്. പാകിസ്ഥാനെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ICC. ഇതോടെ മുമ്പെപ്പോഴും ഇല്ലാത്ത തരത്തിൽ വീറും വാശിയുമേറും ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ പോരിന് അതുറപ്പ്. നന്ദി ശ്രീജിത്ത്. ഈ പറഞ്ഞതുപോലെ തന്നെ മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റ് തന്നെയാണ് ഇന്നത്തെയും താരം. അദ്ദേഹം കളത്തിലെത്തുമ്പോൾ താരങ്ങൾ കൈകൊടുക്കുമോ അതോ ഇന്നും മുഖം തിരിച്ച് നടക്കുമോ നമ്മുടെ സൂര്യകുമാർ യാദവ്? പാകിസ്ഥാൻ നായകൻ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് കാര്യം. കളി ദുബായിലാണ്, പക്ഷെ താരം ആൻഡി പൈക്രോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ആൻഡി പൈക്രോഫ്റ്റിൻ്റെ ഈ റോൾ, അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ, ഇന്ന് ഇത്തരത്തിൽ സംഭവങ്ങൾ കൈവിട്ടു പോകുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാര്യം അതിർത്തിയിലുണ്ടായ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ടാണ് സൂര്യകുമാർ യാദവ് കൈകൊടുക്കാത്തതിൻ്റെ കാരണമായി പറഞ്ഞത്. അതിൽ തെറ്റില്ല, BCCI അതിനൊപ്പം നിൽക്കുകയാണ്, ഇല്ലെങ്കിൽ അത്തരം പ്രതിഷേധങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഒരു ക്യാപ്റ്റന് വേണമെങ്കിൽ കൈ കൊടുക്കാതിരിക്കാം, അത് ആ ടീമിൻ്റെ മാത്രം തന്നെയാണ്. കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ലംഘനമല്ല എന്നുള്ളത് തന്നെ. ഇതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായി സംസാരിക്കാൻ നമുക്കിപ്പം ഒരു പ്രത്യേക അതിഥിയുണ്ട്. BCCI മാച്ച് റഫറി P രംഗനാഥൻ ചേരുന്നു. ശ്രീ രംഗനാഥൻ, എല്ലാ തരത്തിലുള്ള വിശകലനങ്ങളും ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് പിഴവ് പറ്റിയിട്ടില്ല, ഇത് ഈ കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ ലംഘനമല്ല എന്നൊക്കെ തന്നെയാണ്. എന്താണ്, അങ്ങനെ തന്നെയല്ലേ? വളരെ ശരിയാണ്. കാരണം ഇന്ത്യ എടുത്ത തീരുമാനം അത് ഈ 120 കോടി ജനങ്ങൾക്ക് ഒരു മെസ്സേജ് നൽകുന്ന രീതിയിൽ അവർ ഹസ്തദാനം ഒഴിവാക്കി. ടീം ഇന്ത്യ വളരെ മികച്ച രീതിയിൽ ആധികാരികമായിട്ട് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി അവർ മടങ്ങി എന്നുള്ളതാണ്.
അതിൽ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ലംഘനവും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം കളിയിലും ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴാണ് മാച്ച് റഫറി ഇന്റർഫെയർ ചെയ്യേണ്ടത്. ഇത് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് എടുത്തൊരു തീരുമാനം. സൂര്യകുമാർ യാദവിന്റെ ടീം അവര് ഹസ്തദാനം ഒഴിവാക്കി, ഒരു ടീം മടങ്ങി. അല്ലാതെ ഹസ്തദാനം നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ കോഡ് ഓഫ് കണ്ടക്റ്റിലോട്ട് കാര്യങ്ങൾ പോയതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരു നിയമവലിയിലും പറഞ്ഞിട്ടില്ല. ICC റൂളിലോ അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് നിയമത്തിലോ ഒരു രീതിയിലും പറഞ്ഞിട്ടില്ല ഹസ്തദാനം നടത്തണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എടുത്ത തീരുമാനം വളരെ ഉചിതമായിട്ട് ഒരു മറുപടി പാകിസ്ഥാന് നൽകി എന്ന് വേണം ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഈ പാകിസ്ഥാനും ചില പ്രതിഷേധങ്ങളിലേക്കൊക്കെ തന്നെ പോയേക്കും എന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ ചിലയിടത്തൊക്കെ തന്നെ വായിക്കുന്നുണ്ട്. അതായത് 6-0, അതായത് ഇന്ത്യയുടെ ചില ഫ്ലൈറ്റർ ജെറ്റ്സ് ഒക്കെ അതിർത്തിയിലെ സംഘർഷ സമയത്ത് വെടിവെച്ചിട്ടിരുന്നു. അതിൻ്റെ ചില സിമ്പിൾസ് ഒക്കെ തന്നെ പാകിസ്ഥാൻ കാണിച്ചേക്കും എന്ന് പറഞ്ഞു. ഒരു പക്ഷേ അത്തരം സിമ്പിൾസ് കാണിക്കുകയോ അത്തരം ജസ്റ്റേഴ്സ് കാണിക്കുകയാണെങ്കിൽ അത് പണി വാങ്ങാൻ സാധ്യതയുമുണ്ടല്ലോ. തീർച്ചയായിട്ടും കോഡ് ഓഫ് കണ്ടക്റ്റില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏത് രീതിയിലുള്ള ഒരു ലംഘനം. ഇതിപ്പോ ഹസ്തദാനം മാത്രമാണ് ഇന്ത്യ ഒഴിവാക്കിയത്. മറ്റുള്ള രീതിയിൽ ഫീൽഡ് ഓഫ് പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ ഒരു മിസ്ബിഹേവിയറും ഒരു താരവും ഒരു സമയത്തും ഉചിതമായ രീതിയിൽ പഹൽഗാമിന് എങ്ങനെയാണോ ഇന്ത്യ മറുപടി നൽകിയത് ആ രീതിയിലുള്ള ഒരു നല്ല മറുപടി ഇന്ത്യക്ക് നൽകാൻ സാധിക്കും. അതുകൊണ്ട് ഇതുവരെ നാണം കെട്ട് നാമാവശേഷമായ ഒരു പാകിസ്ഥാൻ നമ്മൾ കഴിഞ്ഞ കളി കണ്ടതാണ്. പൈക്രോഫ്റ്റ് തന്നെയായിരുന്നു മാച്ച് റഫറി ആയിട്ട് വന്നത്. അദ്ദേഹം ഇനിയുള്ള പാകിസ്ഥാൻ മത്സരങ്ങളിലെല്ലാം തന്നെ ICC എടുത്ത തീരുമാനം പൈക്രോഫ്റ്റിനെ മാറ്റാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള തീരുമാനമൊക്കെ പാകിസ്ഥാനെ കൂടുതൽ വിഷമത്തിലാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല കഴിഞ്ഞ മത്സരം ഒരു ഏഷ്യ കപ്പാണ്. ഇത് വളരെ ഡിസിപ്ലിൻ ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ്. ആ ഗെയിമിന് 1 മണിക്കൂർ താമസിച്ച ഒരു ബോയ്ക്കോട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക. ഇത് ആർക്കാണ് നാണക്കേട് ഉണ്ടാക്കിയത്? പാകിസ്ഥാൻ ടീമിനും പാകിസ്ഥാനും. അവർക്ക് ഈ മത്സരം കളിച്ചില്ലെങ്കിൽ കോടികളാണ് നഷ്ടപ്പെടുക. അത് മാത്രമല്ല ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മത്സരം. അപ്പൊ ആ മത്സരത്തിൽ അവരുടെ പെരുമാറ്റമാണ് ഏറ്റവും കോഡ് ഓഫ് കണ്ടക്റ്റിലോട്ട് മാറുന്നത്. ഇന്ത്യൻ താരങ്ങളോ ഇന്ത്യൻ മാനേജ്മെന്റോ ഒരു വിധത്തില് ഒരു തെറ്റും ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ പുറത്തോ ചെയ്തതായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. പക്ഷെ അവർക്ക് ഉചിതമായ ഒരു മറുപടി അത് വളരെ മികച്ച രീതിയിൽ സൂര്യകുമാർ യാദവിന്റെ ഇന്ത്യ ടീം നൽകി എന്നുള്ളത് ഒരു അഭിമാനമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കും. എന്തായാലും പറഞ്ഞതുപോലെ തന്നെ സൂര്യയുടെ ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിലുമൊക്കെ തന്നെ ഇപ്പോൾ ഈ മത്സരത്തിന് തൊട്ടു മുമ്പായി നടന്ന പ്രസ് മീറ്റിലും അത്തരം കാര്യങ്ങൾ തന്നെയാണ് പങ്കുവച്ചത്. ഇപ്പോൾ മനീഷ് മൂർത്തി കൂടി ചേർന്നുണ്ട് നമ്മുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഇന്നത്തെ മത്സരം, ഇന്നത്തെ പിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് വലിയ കൗതുകം. കാരണം ബൗളർമാരെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ്. കളിയുടെ ഗതിയും വിധിയും ഒക്കെ നിർണ്ണയിച്ചത് സ്പിന്നർമാരാണ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ് മൂർത്തി ആയിരുന്നു. മനീഷ്, ദുബായ് എപ്പോഴും ഒരു സ്പിന്നേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാക്കാണ്, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്ന് ചില മാറ്റങ്ങൾ വന്നേക്കാമെന്നുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് എഫക്റ്റീവ് ആവും എന്നുള്ളതാണ്. ടോസ് നിർണായകമാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ കഴിഞ്ഞ തവണ പാകിസ്ഥാൻ ഞെട്ടിച്ചുകൊണ്ട് ആദ്യം ബാറ്റ് എടുത്തു, അതിൻ്റെ പണിയും അവർക്ക് കിട്ടിയിരുന്നു. അതിൽ തീർച്ചയായും പിച്ചിൽ ചെറിയ സ്വഭാവങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സൂപ്പർ ഫോർ ഘട്ടം വരുമ്പോൾ അതിൽ പിച്ചിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പേസ് ബൗളിങ്ങിനെ കുറച്ചുകൂടി അവർക്ക് പേസ് ബൗളേഴ്സിന് കുറച്ചുകൂടി ഒരു ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലേക്ക് പിച്ചിൻ്റെ സ്വഭാവം മാറുന്നു എന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഏറ്റവും അധികം നല്ല രീതിയിൽ വരിക അത് ഇന്ത്യക്ക് തന്നെയായിരിക്കും. സ്വാഭാവികമായും ബുംറ നല്ല മികച്ച രീതിയിലാണ് അപ്പോൾ അതായത് പിച്ചിൽ നിന്ന് വലിയ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തപ്പോൾ പോലും ബുംറ മികച്ച രീതിയിൽ തന്നെയാണ് ബൗളിംഗ് തുടങ്ങുന്നത്. അതായത് ഒരു ഇന്നിങ്സിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ വിക്കറ്റ് എടുത്തുകൊണ്ട് ഇന്ത്യക്ക് മുൻതൂക്കം നൽകുന്ന രീതിയിൽ തന്നെയാണ് ബുംറയുടെ ഒരു പ്രകടനം നമ്മൾ ഈ ഏഷ്യ കപ്പിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ആ ഒരു തരത്തിലേക്ക് കൂടി പിച്ചിന് ചെറിയ സ്വഭാവമാറ്റം വരുമ്പോൾ ഓൾറെഡി കുൽദീപ് യാദവ് ആണെങ്കിലും അക്സർ പട്ടേൽ ആണെങ്കിലും ഒക്കെ മിഡിൽ ഓവറുകളിൽ വളരെ കൃത്യമായി തന്നെ അവർക്ക് ടേൺ ലഭിക്കുന്നുണ്ട്, കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് എന്തായാലും പിച്ചിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ആ ഒരു സ്വഭാവത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് കൃത്യമായി തന്നെ ഇന്ത്യക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക്. കാരണം അപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഷഹീൻ ഷാഫ്രിദി ആണെങ്കിലും റൌഫ് ആണെങ്കിലും ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലാണ് അവരുടെ ഒരു ബൗളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായും ഇന്ത്യക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ അനിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണത്തെ മാച്ചിൽ പാകിസ്ഥാൻ ചെയ്ത ഒരു അബദ്ധം എന്തായാലും ഇന്ത്യ ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ആദ്യം ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പേസിന് കൂടി അനുകൂലമാകുന്ന ഒരു പിച്ചിൽ അനുകൂലമാകും എന്നുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു പിച്ചിൽ എന്തായാലും ആ ഒരു ശ്രമത്തിന് എന്തായാലും ആദ്യം, അതായത് ടോസ് ലഭിക്കുന്നത് ആരാണെങ്കിലും ആദ്യം ബാറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനമെടുക്കും എന്ന് തോന്നുന്നില്ല. ആ രീതിയിലേക്ക് വരുമ്പോൾ എന്തായാലും ടോസ് വളരെ നിർണായകം തന്നെയാണ്. ആ ഒരു ടോസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വളരെ നിർണായകം തന്നെയാണ് ആ ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോസ് നേടുമ്പോൾ അത് സെക്കൻഡ് ബാറ്റിംഗ് എടുക്കുക, ആദ്യം ബൗൾ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും ഒരു ടീമിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. എന്തായാലും ആ രീതിയിലാണ് പിച്ചിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ടോസ് വളരെ നിർണായകം തന്നെയാണ്. ഓക്കെ, മനീഷ, രംഗനാഥൻ സാറിനോട് കൂടി ഒരിക്കൽ കൂടി ചോദിക്കുന്നത്, അതായത് നമ്മുടെ ഒരു പ്രേക്ഷകൻ അനീഷ് പറയുന്നത് UAE ഭയങ്കര ഹ്യൂമിഡാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ ഡ്യൂ ഫാക്ടറൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മത്സരത്തിൽ. ഒരു 160 ഇല്ലെങ്കിൽ 180 അതാണ് ഒരു സേഫസ്റ്റ് ഫസ്റ്റ് ഇന്നിങ്സ് ടോട്ടൽ എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സ്കോർ അപ്പോഴും സേഫ് അല്ല. അതിലേക്ക് ആ റിസ്കിലേക്കൊക്കെ പോകാൻ ഒരു ടീമും തയ്യാറാവില്ല. പാകിസ്ഥാൻ കഴിഞ്ഞ തവണ പോലെ ചെയ്ത ഒരു ബ്ലണ്ടർ അത് ഇനി ഉണ്ടാവില്ല എന്ന് കരുതാം, അല്ലേ? വളരെ ശരിയാണ്. കാരണം ദുബായിലെ ഇതുവരെയുള്ള മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സ്ലോ വിക്കറ്റാണത്. അപ്പോൾ റൺ സ്കോർ ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഏത് ടീം ബാറ്റ് ചെയ്താലും അവർ 150 മുകളിലൊക്കെ പോവുകയാണെങ്കിൽ അതൊരു നല്ല സ്കോറായിട്ട് തന്നെ പറയണം. ഒരു ഫൈറ്റിംഗ് ടോട്ടൽ തന്നെയാണ്. പക്ഷേ T20 ഫോർമാറ്റിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ 150 ഒരു പക്ഷേ ആദ്യത്തെ പവർ പ്ലേ പുറത്തിരിക്കും. രണ്ടാമത് ചേസ് ചെയ്യുമ്പോൾ പവർ പ്ലേയിൽ അനായാസം സ്കോർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, റൺസ് വന്നു കഴിഞ്ഞാൽ ഈ 150 ഒരു പക്ഷേ അതൊരു കുറവ് ടോട്ടലായിട്ട് മാറാം. എന്തായാലും T20 ഫോർമാറ്റിൽ നമുക്കൊരു പ്രവചനം സാധ്യമല്ല. എങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ഒരു മത്സരം ടോസ് കിട്ടിയാൽ ബൗളിംഗ് അത് മാറ്റമൊന്നും ഉണ്ടാവില്ല. വളരെ ശരിയാണ്. കാരണം ഇന്ത്യക്ക് വെറൈറ്റിയാണ്, പാകിസ്ഥാന് വെറൈറ്റി ഇല്ല. നേരത്തെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ആപ്പാടെ ഉള്ളത് ഷാഹിൻ അഫ്രീദി അല്ലെങ്കിൽ റൌഫ്, ഇവരൊന്നും കൺസിസ്റ്റന്റ് അല്ല. ആദ്യമേ ഇന്ത്യൻ ബാറ്റർമാരുടെ ബാറ്റിൽ നിന്ന് റൺസ് ഒഴുകാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കൺസിസ്റ്റൻസി പോകും. പക്ഷെ ഇന്ത്യക്ക് അങ്ങനെയല്ല. ഇന്ത്യയുടെ ബോളിംഗ് വെറൈറ്റി നോക്കണം. ഇപ്പൊ ബുംറയുടെ കാര്യം പറഞ്ഞു, കൂടാതെ ഹാർദിക് പാണ്ഡ്യ ആയാലും ദുബൈ ആയാലും, കൂടാതെ 3 ക്വാളിറ്റി സ്പിന്നേഴ്സ്. അപ്പൊ ബോളിങ്ങിന് ധാരാളം ഓപ്ഷൻസ് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു ഗുണമായിട്ട് തന്നെ പറയണം. ബാറ്റിങ്ങിലായാലും ഏറ്റവും മികച്ച രീതിയിൽ ഇപ്പൊ സഞ്ജു വി സാംസൺ ഒക്കെ കഴിഞ്ഞ മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടി. ഇനി അദ്ദേഹത്തിന്റെ ഈ ഒരു മത്സരം വളരെ ക്രൂഷ്യലാണ്. അദ്ദേഹത്തിന് ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ, അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ആ ടീമിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തിന് തുടരാൻ സാധിക്കും. ഇതൊക്കെ വളരെ ക്രൂഷ്യലായിട്ട് കേരളത്തെ സംബന്ധിച്ച് സഞ്ജു വി സാംസൺ ഇന്ന് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന അദ്ദേഹത്തിന്റെ ബാറ്റിംഗും കീപ്പിംഗും തന്നെയാണ്. പക്ഷെ ടീമിന്റെ ഘടന നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലും ഏറെ മുന്നിലാണ്. പക്ഷെ T20 ഫോർമാറ്റ് ആണ്, വീണ്ടും ഞാൻ പറയുന്നു. കാരണം ക്രിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രഡിക്ഷൻ സാധ്യമല്ല. ഇന്ത്യ ഒരു ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിലും ഇന്ത്യക്ക് നല്ലൊരു സ്കോർ പടുത്തുയർത്താം. മറുപടി പാകിസ്ഥാൻ അത് ചേസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എന്തായാലും വിനീത് നാരായണൻകുട്ടി എന്ന പ്രേക്ഷകൻ പറയുന്നത് ഇന്നത്തെ താരം അഭിഷേക് ശർമ്മയായിരിക്കും എന്ന കാര്യമാണ് പറയുന്നത്. ഇനി ഇന്ത്യയുടെ പ്ലേയിങ് 11 ആരൊക്കെയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ദുബായിലെ ആവേശക്കാഴ്ചകളുമായി അരുൺ പാറാട്ട് ചേരുന്നുണ്ട്. അരുൺ, സ്റ്റേഡിയത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് എത്ര കണ്ട് സ്റ്റേഡിയം നിറയ്ക്കുന്ന തരത്തിൽ ആളുകൾ വന്ന എന്നുള്ളതാണ്. ഇന്നെന്താണ് അവസ്ഥ? UAE ക്രിക്കറ്റ് ആരാധകർ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന മത്സരത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടേക്ക് ഇപ്പോൾ ഇന്ത്യൻ ആരാധകരും പാകിസ്ഥാൻ ആരാധകരും എല്ലാം സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂർ മുമ്പ് തന്നെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് അറിഞ്ഞിരുന്നു. സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ആളുകൾ ഇപ്പോൾ പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഇത്തവണയും കളി നടക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. നിരവധി മാർഗനിർദ്ദേശങ്ങൾ ദുബായ് പോലീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. അതെല്ലാം പാലിച്ചുകൊണ്ടാണ് കളികൾ തുടങ്ങുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആളുകൾ സ്റ്റേഡിയത്തിലെത്തി. സ്റ്റേഡിയം നിറഞ്ഞു കവിയും. നമുക്ക് പറയാം 30,000-ലധികം ആളുകൾ പ്രവേശിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയമാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇത് ഇന്നും ഒരു നീലക്കടലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നും ഇന്ത്യയുടെ വിജയം നേരിട്ട് കാണാനാകുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ആരാധകർ എല്ലാവരും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഇവിടെ ദുബായ് തന്നെയാണ്. ആദ്യമായിട്ടാണോ? കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നോ? കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടില്ല. ഇത്തവണ എന്താണ് പ്രതീക്ഷ? നമ്മൾ ഹാൻഡ് ഷേക്ക് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. എങ്ങനെയുണ്ട്? കളി കാണാറുണ്ട്? ആദ്യമായിട്ടാണോ? അല്ലല്ല, കളി കാണാറുണ്ട്. എന്തായാലും ഇന്ത്യ ജയിക്കുന്ന ഉറപ്പാണ്, ഇതിനൊരു സംശയം വേണ്ട. ആ ആവേശത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്.
ആദ്യമായിട്ടാണോ സ്റ്റേഡിയത്തിൽ കളി ആ ദുബായിൽ ആദ്യമായിട്ടാണ്. ആണോ? അതിനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അല്ലേ? എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പോ സഞ്ജു സാംസന്റെ കളി കാണാൻ പറ്റുന്ന തീർച്ചയായും കാണാൻ പറ്റുന്നു ആണോ? പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ സഞ്ജു നല്ല ഫോമിലായിരിക്കും പ്രതീക്ഷിക്കുന്നു. അതെയോ? ക്രിക്കറ്റ് സ്ഥിരമായിട്ട് കാണുന്ന കാണുന്ന ആളാണ്. അതെ അല്ലേ? എങ്ങനെയുണ്ട്? ഇതാ ഒരു കൂട്ടം ആളുകളുണ്ട്. എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരേ കമ്പനി തന്നെയാണ് തോന്നുന്നുണ്ട്. ഇത് എല്ലാവരും ഒരേ സ്ഥലത്ത് എല്ലാവരും ഒരേ കമ്പനിയിൽ നിന്നാണ്. ആണോ? ഈ ആളുകളെല്ലാം അതെ അതെ. നിങ്ങൾ ഒരുമിച്ച് ടിക്കറ്റ് എടുത്താണ്? എന്താ? നമ്മൾ ഒരുമിച്ച് കമ്പനിയിൽ നിന്ന് ടിക്കറ്റ് കിട്ടിയതാണ്. അപ്പോൾ കമ്പനി ടിക്കറ്റ് എടുത്തിട്ട് സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്താണ്. ഒരു ഡ്രോയിലേക്ക് കൂടെ എടുത്ത് കൊടുത്താണ്. ഒരു 300+ ഉള്ള കമ്പനിയാണ്. അപ്പോൾ അതിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള 20 ആൾക്കാർക്ക് കൊടുത്തതാണ്. എന്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ ഭാഗ്യവന്മാരും കൂടിയാണ്. ഇതില് മലയാളികൾ ഇന്ത്യക്കാർ മാത്രമാണോ ഉള്ളത്? അല്ല, ഇതിൽ പാകിസ്ഥാൻ ഉള്ള ആൾക്കാരും ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. അപ്പോൾ എല്ലാ നാഷണാലിറ്റിയും ഉണ്ട്. എന്തായാലും ആവേശത്തിലാണ് ദുബായിലെ ആരാധകരെല്ലാം. അരുണാണ് അവിടെ നിന്ന് കിടന്ന്. എന്തായാലും സ്റ്റേഡിയം ഇന്നും ഒരു നീലക്കടലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടയ്ക്ക് ഒരു ആരാധകൻ പറഞ്ഞത് കേട്ടോ, നമ്മുടെ കമന്റ് ബോക്സിലും അങ്ങനെ ഒരു ആവേശമാണ് ഉയരുന്നത്. അതായത് സഞ്ജു ഇന്ന് 50 അടിക്കുമെന്നാണ് പറയുന്നത്. അതായത് സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ ഒമാനെതിരെ ഒരു തകർപ്പൻ 50 അടിച്ചിരുന്നു. അതായത് സഞ്ജുവിൻ്റെ കാലിബറിന് അനുസരിച്ചുള്ള ഒരു 50 ആയിരുന്നില്ല. 45 പന്തിൽ നിന്ന് 56 റൺസ് ആയിരുന്നു. പക്ഷേ ഒരു 3 വീതം 6ഉം 4ഉം ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു തകർപ്പൻ ഇന്നിങ്സിൽ. കഴിഞ്ഞ മത്സരത്തിൽ തകർത്തടിച്ചതുപോലെ തന്നെ ഈ മത്സരത്തിൽ മറ്റാരൊക്കെ ഇന്ന് തകർത്തടിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഒന്ന് കരുതി വെക്കേണ്ട അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട താരങ്ങൾ ആരൊക്കെ എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ നിരയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം നമ്മുടെ നായകൻ സൂര്യകുമാർ യാദവിനെയാണ് നോക്കേണ്ടത്. സൂര്യ 3 മത്സരം 2 ഇന്നിങ്സിൽ നിന്നായി 54 റൺസ്. ഈ 54-ൽ ഒരു 47 ഉണ്ട്. അത് കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ നേടിയ 47 റൺസാണ്. പുറത്താകാതെ നേടിയ ഇന്നിങ്സിലൂടെ ഇന്ത്യയെ ജയത്തിലേക്ക് കൊണ്ടുപോയി നമ്മുടെ നായകൻ സൂര്യകുമാർ യാദവ്. ഇനി മറ്റൊരു താരം അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മ എന്ന് പറയുന്നത് വളരെ എക്സ്പ്ലോസീവായുള്ള ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ബാറ്റർ. അദ്ദേഹം 3 മത്സരത്തിൽ നിന്ന് ഇതുവരെ 99 റൺസാണ് നേടിയത്. മറ്റെല്ലാ താരങ്ങളുടെയും ഹൈയസ്റ്റ് സ്കോറൊക്കെ നമുക്ക് പറയാം. പക്ഷേ അഭിഷേക് ശർമ്മയുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അത് കുറച്ച് സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചാണ് പറയേണ്ടത്. 225 ഞെട്ടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സ്ട്രൈക്ക് റേറ്റാണ് 225. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇന്നത്തെ മത്സരത്തിൻ്റെ ഗതിയും വിധിയും ഒക്കെ തന്നെ ഒരുപക്ഷെ നിർണ്ണയിച്ചേക്കാവുന്നത്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ കണ്ടത് ബൗളർമാരെ കുറിച്ചാണ്. കുൽദീപ് യാദവ് നമ്മുടെ താരം 3 മത്സരത്തിൽ നിന്ന് 8 വിക്കറ്റാണ് കുൽദീപ് വീഴ്ത്തിയത്. കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ 18 റൺസ് മാത്രം ഇട്ടുകൊടുത്ത് 3 വിക്കറ്റ് എടുത്തു. അതിനു മുമ്പ് UAEക്കെതിരെ 7 റൺസ് മാത്രം ഇട്ടുകൊടുത്ത് 4 വിക്കറ്റ് എടുത്തതാണ് ഈ ടൂർണമെൻറ്റിലെ കുൽദീപിൻ്റെ മികച്ച ബൗളിംഗ് പ്രകടനം. ഇനി പാക് താരങ്ങളെ കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. ഫഖർ സമാൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർ. അദ്ദേഹത്തിലാണ് വലിയ പ്രതീക്ഷ വയ്ക്കുന്നത്. 3 മത്സരങ്ങളിൽ നിന്ന് 90 റൺസാണ് ഫഖർ സമാൻ. ഒരു മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു. ഒപ്പം തന്നെ വളരെ കൗതുകമുള്ള ഒരു താരത്തെക്കുറിച്ചാണ് സലീം അയ്യൂബ്. അദ്ദേഹം ഓപ്പണറാണ്. പക്ഷേ കഴിഞ്ഞ 3 മത്സരത്തിലും ഡക്കായിരുന്നു. 0 റൺസാണ് അദ്ദേഹത്തിന് 3 മത്സരത്തിൽ നേടാനായത്. പക്ഷേ വളരെ വിരോധാഭാസം എന്ന് പറയുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ അദ്ദേഹം ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബൗളർ എന്ന തരത്തിലാണ്. 6 വിക്കറ്റാണ് 3 മത്സരത്തിൽ നിന്ന് ഇതുവരെ വീഴ്ത്തിയത്. സലീം അയ്യൂബിനെ ഇന്നും ഇന്ത്യൻ ബാറ്റർമാർ ഒന്ന് കരുതി വെക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു ഇത് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പോവേണ്ടി വരും. ഷഹീൻ ഷാ അഫ്രീദിയെ കുറിച്ചാണ്. അഫ്രീദി നല്ലൊരു ബൗളറാണ്, ഇല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു നമ്പർ 1 ബൗളേഴ്സിൽ ഒരാളാണ് ഷഹീൻ ഷാ അഫ്രീദി. പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ വിക്കറ്റ് അല്ലെങ്കിൽ പന്ത് കൊണ്ട് കാര്യമായ സംഭാവന നടത്താൻ സാധിച്ചിട്ടില്ല. വെറും 3 വിക്കറ്റ് മാത്രമാണ് വീഴ്ത്തിയത്. പക്ഷേ 64 റൺസ് 2 മത്സരത്തിൽ വളരെ ക്രൂഷ്യലായി ഷഹീൻ ഷാ അഫ്രീദി ഈ മത്സരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ബാറ്റ് കൊണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ അടക്കം. എന്തായാലും ഇന്നും ഈ താരങ്ങളിലൊന്ന് ആരാധകർ പ്രത്യേകം കണ്ണുവെക്കേണ്ടതുണ്ട് നമുക്ക് എന്നുള്ളത്. എന്തായാലും ആവേശ മത്സരത്തിൻ്റെ ടോസിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കമൻറ്റ് ബോക്സിലൊക്കെ തന്നെ ആവേശം അങ്ങ് നിറയുകയാണ്. സഞ്ജു കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കളിക്കണമെന്നും കുറച്ചധികം റണ്ണ് എന്ന് നേടണം എന്ന് പറയുന്നു. സഞ്ജുവിന് തന്നെയാണ്, നമ്മുടെ മലയാളി താരം, നമ്മുടെ പ്രിയപ്പെട്ട താരത്തിന് തന്നെയാണ് എല്ലാ കയ്യടിയും ഇന്ന് കേൾക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് മറ്റൊരു മനോഹരമായ ഇന്നിങ്സ് കൂടി ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേ ആവേശം തന്നെയാണ് നമ്മുടെ കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രനും തരാനുള്ളത്. അമല്, എന്താണ് അവസ്ഥ? ഇന്ത്യയുടെ ജയത്തിനായി, ഇന്ത്യയുടെ കുതിപ്പിനായി കാത്തിരിക്കുകയല്ലേ ആരാധകർ? ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം തന്നെ വേണം. അതൊരു യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കും ക്രിക്കറ്റ് ലോകത്ത് എന്ന് വെറുതെയെങ്കിലും കായിക പ്രേമികൾക്കിടയിൽ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഏഷ്യ കപ്പിൽ വരികയാണ്. ഇന്ന് 8 മണിക്ക് ദുബായിൽ വെച്ച് മത്സരത്തിന് കേളികൊട്ട് ഉണരുമ്പോൾ ഏതായാലും ആദ്യ മത്സരത്തിലുണ്ടായ വിവാദങ്ങൾ
കെട്ടടങ്ങിയിട്ടില്ല, അതിന്റെ ചൂടാറിയിട്ടില്ല. ഇരു ടീമുകളും ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ചത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ടീമിന് ഇന്ത്യ ഹസ്തദാനം നൽകാൻ വിസമ്മതിച്ചതൊക്കെ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇരു ടീമുകളും തമ്മിൽ കൊമ്പുകോർക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഇത്തരത്തിലുള്ള ഒരു മത്സരം ഉണ്ടാകുമ്പോൾ അതിന്റെ ചൂടും ചൂരും അങ്ങേയറ്റം തീവ്രമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഏതായാലും രാജ്യമെമ്പാടും ഈ ഒരു മത്സരത്തിൽ ആരാണ് ജയിക്കുക? ആദ്യത്തെ മത്സരത്തിൽ ഇന്ത്യക്കായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നത്. 7 വിക്കറ്റിന്റെ ആധിപത്യത്തോടു കൂടിയാണ് ആ കളി നമ്മൾ പാകിസ്ഥാനെ ജയിച്ചത്. ഏതായാലും ഇപ്പോൾ രണ്ടാമത്തെ മത്സരം, ഏഷ്യാ കപ്പിലെ രണ്ടാമത്തെ മത്സരം വരാനിരിക്കുമ്പോൾ ആ ഒരു മത്സരത്തിന്റെ ആവേശം എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിലും നിരവധിയായ ആളുകളാണ് ഈ ഒരു ക്രിക്കറ്റ് മത്സരം കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആര് ജയിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നത്. ചേട്ടാ, ഇന്ന് ഇന്ത്യ പാക് മത്സരമാണ് നടക്കാൻ പോകുന്നത്. ക്രിക്കറ്റൊക്കെ കാണുന്ന ഒരാളല്ലേ നിങ്ങൾ? അതെ, കാണാനാണ്. എങ്ങനെയുണ്ട് മത്സരത്തിൽ? ആര് ജയിക്കും എന്നാണ് പ്രതീക്ഷ? ഇന്ത്യ ജയിക്കും. ശരിക്കും കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ തന്നെയാണ് ജയിച്ചത്, അതെ അല്ലേ? അപ്പൊ ഇന്ത്യ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് തുടരുന്നത്. അതെ, പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും എന്നാണ് കരുതുന്നത്? ഇപ്പോൾ സഞ്ജുവിനൊക്കെ കൂടുതൽ വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കൂടുതൽ റൺസ് എടുക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? സഞ്ജുവിന് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഒന്നും പാടി നാക്കിൽ കളിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സഞ്ജു തന്നെ ഓപ്പൺ ഇറങ്ങുമെന്നാണ് ഇപ്പോൾ ഉള്ളൊരു ഇതല്ലേ? അത് പറയാൻ പറ്റില്ല. അഭിഷേകും ഗില്ലും ഉണ്ടായതുകൊണ്ട് ഗില്ല് ഫോം ഔട്ടാണ്. പക്ഷേ സഞ്ജു ഇറങ്ങുകയാണെങ്കിൽ ഒന്നും പാടി ബെറ്റർ ആവും. സഞ്ജു ഇറങ്ങിയാൽ കൂടുതൽ ബെറ്റർ ആവും എന്ന് തന്നെയാണ് ഇപ്പോൾ. എന്തായാലും സഞ്ജു ഇറങ്ങിയാൽ കളി ബെറ്റർ ആവും എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല ആവേശം അങ്ങ് ഡൽഹിയിലുമുണ്ട്. ഡൽഹിയിൽ അജീഷ് ഉണ്ട്. അജീഷ്, കഴിഞ്ഞ ദിവസം കണ്ടതാണ് പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ ഇന്ത്യ ജയിച്ചതിന് ശേഷം ആവേശങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ? ഏഷ്യ കപ്പിലെ അടുത്ത ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ പഹഡ്ഗഞ്ച് എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു മൈതാനത്താണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ ക്രിക്കറ്റ് മത്സരമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും. അബി ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഓ आपका एक्सपेक्टेशन क्या है, कौन जीते? हम तो यही चाहेंगे कि हमारी इंडिया जीते, जैसे कि हर चीज़ में देखा जा रहा है आजकल, हर चीज़ में इंडिया ही ज़्यादा फेवरेट टीम रही है उसके खिलाफ। और पाकिस्तान के खिलाफ तो बिल्कुल तो बनता ही नहीं है अपना इंडिया का हारना। तो हम तो सपोर्ट करेंगे अपनी इंडिया को, जैसे कि हिंदुस्तान में रहते हैं तो इंडिया को ही सपोर्ट करेंगे। आज तक का एक इतिहास उठा लो आप, देखा होगा आपने 2003 से लेकर जितने भी सेमीफाइनल हुए, फाइनल हुए, एशिया कप, T20 सीरीज़, 2007 की T20 वर्ल्ड कप, अभी तक हमारी इंडिया कभी इनसे हारी नहीं है। तो आज तक आई होप कि आज कंटिन्यू जैसे रहा है कि विन हमारी इंडिया टीम रही है, तो आज फिलहाल कंटिन्यू हमारी टीम इंडिया ही जीतेगी। आपने देखा होगा कंटिन्यू। कौन कौन अच्छे खेले आपको एक्सपेक्टेड? खेलने के लिए तो मैं कहूँगा आज बैटिंग लाइनअप अपना जो 8 नंबर എന്തായാലും ആവേശത്തിലാണ് അങ്ങ് ഡൽഹിയിലെ ആരാധകരും ഉള്ളത്. അവരുടെ പ്രതികരണങ്ങളും അങ്ങനെ തന്നെയാണ്. ഇനി ആവേശ പോരാട്ടത്തിന്റെ ടോസിനായി കൃത്യം 1 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ക്യാപ്റ്റന്മാർ ഗ്രൗണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഇന്നും കൈകൊടുക്കാനും യാതൊരു സാധ്യതയുമില്ല. ടോസ് ആർക്ക് എന്നുള്ളതാണ് ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യം. ഇന്ത്യ ടോസ് കിട്ടിയാൽ ഇന്ത്യ എന്തായാലും ബൗളിംഗ് തന്നെ തിരഞ്ഞെടുക്കാനാണ് സാധ്യത. എന്തായാലും ഇന്ത്യ ജയിക്കട്ടെ, കുതിക്കട്ടെ, ഇന്ത്യയുടെ അപരാജിത കുതിപ്പ് തുടരട്ടെ എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.